Hello. Hello, welcome back to Anju's Sweet Home. ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അഞ്ജൂസ് സ്വീറ്റ് ഹോം. അപ്പൊ നിങ്ങൾ വിചാരിക്കും ഇതെന്താണ് വെട്ടിയും പ്രമാണവും ഒക്കെ ആയിട്ട് ഇരിക്കുന്നതെന്ന്. അപ്പൊ ഞാൻ നാട് വിട്ടു പോവുകയാണ് ഗൈസ്, നാട് വിട്ടു പോവുകയാണ്. മലപ്പുറത്ത് നമ്മൾ മലപ്പുറത്ത് എന്തിനു പോണേ? ഉണ്ണിമാമന്റെ കല്യാണം. ഉണ്ണിമാമന്റെ കല്യാണത്തിന് പോവുകയാണ്. മലപ്പുറത്താണ് പോണത്. മാധു എല്ലാം പറഞ്ഞല്ലോ. അപ്പൊ ഈ ഉണ്ണിമാമൻ ആരാണെന്ന് ചോദിച്ചാൽ നമ്മളെ ശിവച്ചേണ്ട മാമന്റെ മോനാണ്. അപ്പൊ ഉണ്ണിയുടെ കല്യാണമാണ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ പോവുകയാണ്. ഞങ്ങൾ 2 ദിവസമേ ഉള്ളൂ കേട്ടോ മലപ്പുറത്ത്. ഇന്നിപ്പോ പോവും. ഇന്ന് ശനിയാഴ്ചയാണ് ഈ വീഡിയോ എടുക്കുന്നത്. പക്ഷെ നിങ്ങൾ ഇത് കാണുമ്പോഴത്തേക്ക് തിങ്കളാഴ്ചയാവും. ഞാൻ ഷെഡ്യൂൾ ചെയ്ത് വെക്കുകയാണ് കേട്ടോ. അപ്പൊ തിങ്കളാഴ്ചയാണ് കല്യാണം. അപ്പൊ അത് കഴിഞ്ഞ് അന്ന് രാത്രി തന്നെ ഞങ്ങൾ തിരിച്ചു വരികയും ചെയ്യും. കാരണം എല്ലാവർക്കും ജോലിക്ക് പോകണം, സ്കൂളിൽ പോകണം, അങ്ങനെ ഒക്കെ കാര്യങ്ങളുള്ളതുകൊണ്ട് ഞങ്ങൾക്ക് ഒരുപാടൊന്നും നിൽക്കാൻ പറ്റൂല. അത് ഭയങ്കര വിഷമമുണ്ട്. എന്നാലും അതൊക്കെ പോട്ടെ. അപ്പൊ നമ്മള് പെട്ടി എടുത്തേ. അപ്പൊ ഈ പെട്ടി ഇത്രയും നാള് ഞാൻ എന്ത് ചെയ്യുന്ന പറയുമ്പോ എവിടെയെങ്കിലും ഒക്കെ പോയിട്ട് തിരിച്ചു കൊണ്ടുവന്ന് ക്ലീൻ ചെയ്ത് ഇതിനകത്തുള്ള സാധനങ്ങളൊക്കെ മാറ്റിയിട്ട് ഇതുപോലത്തെ വലിയ കവർ, ഈ കവർ കാണുമ്പോൾ ഈ തിരുവനന്തപുരത്തുള്ളവർക്കൊക്കെ അറിയായിരിക്കും. നമ്മുടെ രാമചന്ദ്രയിൽ നിന്നൊക്കെ സാധനം വാങ്ങുമ്പോൾ കിട്ടുന്ന വലിയ ചാക്ക് പോലത്തെ കവറാണ് കേട്ടോ. അപ്പൊ ഇത് പെട്ടെന്നൊന്നും കീറിപ്പോവില്ല. ചാക്കിന്റെ ആ ഒരു സംഭവമാണ്. അപ്പൊ ഇതിനകത്തിട്ട് വെച്ച ഈ പെട്ടി അതിനകത്ത് നല്ലതായിട്ടിരിക്കും, പൊടിയൊന്നും അടിക്കൂല. അപ്പൊ അങ്ങനെയാണ് ഇട്ട് വെക്കുന്നത്. അപ്പൊ ഞാൻ അതിൽ നിന്ന് എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിനകത്ത് ഞാൻ എന്ത് ചെയ്യുന്ന അറിയാമോ, ഇതുപോലത്തെ ഒരു പെട്ടിയും കൂടെ ഉണ്ട്. അപ്പൊ ആ പെട്ടിയിൽ നമ്മളെ ഈ സ്വെറ്റർ അങ്ങനെയൊക്കെ ഉള്ള സാധനങ്ങളില്ലേ, അതൊക്കെയാണ് കൂടുതൽ ഇട്ട് വെച്ചേക്കുന്നത്. കാരണം നമ്മളിവിടെ കേരളത്തിൽ താമസിക്കുന്ന നമുക്ക് അതിന്റെ ഒന്നും ആവശ്യം സ്ഥിരം വരൂല. പിന്നെ വല്ലയിടത്തും യാത്ര പോകുമ്പോഴൊക്കെ അല്ലേ വേണ്ടു. അതുകൊണ്ട് ആ പെട്ടിയിൽ അങ്ങനെയാണ് വെച്ചേക്കുന്നത്. പിന്നെ ഇതിനകത്ത് ഇവര് എടുക്കാൻ പാടില്ലാത്ത, അതായത് ഇവർക്ക് കൊടുക്കാതെ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന ചില സാധനങ്ങളൊക്കെ കാണും കേട്ടോ. ഇത് മറ്റേ സ്കാർഫാണ്, ഈ ഇങ്ങനെ തലയിൽ വെച്ചിട്ട് ഹെൽമെറ്റ് വെക്കാനുള്ളത്. പിന്നെ ഫ്രണ്ടിന്റെ അച്ഛൻ്റെ കയ്യിലുണ്ട്. പിന്നെ ഇത് രണ്ടും ഇവരുടെ ലഞ്ച് ബാഗാണ് കേട്ടോ. ഇതിന്റെ ഭംഗി കണ്ടിട്ട് എനിക്ക് കൊടുത്തുവിടാൻ തോന്നാത്തതുകൊണ്ട് ഞാൻ കൊടുത്തുവിടാത്തതാണ്. ഇത് 2 ലഞ്ച് ബാഗാണ്. അവിടെ സ്കൂളിൽ കൊണ്ടുവന്ന ഒരു തറയിലല്ലേ വെക്കണം. അപ്പൊ ഇത്രയും നല്ലതൊക്കെ കൊടുത്തുവിട്ടാൽ പെട്ടെന്ന് കേടായി പോവും. അപ്പൊ അതുകൊണ്ട് ഞാൻ കൊടുത്തുവിടാതെ ഒളിപ്പിച്ച് വെച്ചേക്കണേണ്. അപ്പൊ ഇനിയിപ്പൊ ഇത് ഞാൻ അലമാരയിൽ വെക്കേ, നമ്മൾ പോവേലേ, അപ്പൊ അലമാരയിൽ വെക്കും. അതിനുശേഷം തിരിച്ചു വന്നിട്ട് ഇതെല്ലാം മാറ്റി ഇതൊന്ന് വെയിൽ കൊള്ളിച്ചതിന് ശേഷം ഇതിനകത്ത് തന്നെ എടുത്തു വെച്ച് അങ്ങ് മുകളിൽ മാറ്റി വെക്കുക. ഇവര് കാൺകെ വെച്ച ഇവരെടുത്തോണ്ട് ഓടും. പിന്നെ ഇത് കണ്ടോ, മിക്ക വീടുകളിലും കാണും ഇതുപോലൊരു കവർ. അതായത് ഈ കവറിൽ എന്താണെന്ന് വെച്ചാൽ ഈ കവറിൽ കവറുകളാണ്. അപ്പൊ ഇതുപോലെ എല്ലാ വീടുകളിലും കാണൂലേ കവറുകൾ വെച്ചേക്കുന്ന ഒരു കവർ. കണ്ടോ, അപ്പൊ ഇതൊക്കെ എന്തിനാണെന്ന് അറിയാമോ? ഞാൻ ഇതുപോലെ യാത്ര പോകുമ്പോ നിങ്ങൾക്ക് അതിൽ കാണാമോ, ഇതുപോലെ സെറ്റ് ചെയ്ത് വെച്ചേക്കാണേ ഓരോരുത്തരുടേതും. അത് കുഞ്ഞിന്റെ ഡ്രസ്സാ. അപ്പൊ നമുക്ക് ഇട്ടോണ്ട് പോകാനുള്ള ഡ്രസ്സ്, അവിടെ ചെന്നിട്ട് ഇടാനുള്ളത്, തിരിച്ചിട്ടോണ്ട് വരാനുള്ളത്, അതുപോലെ കല്യാണത്തിന് ഉപയോഗിക്കാനുള്ള ഡ്രസ്സുകൾ, അങ്ങനെ ഓരോന്നും സെപ്പറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടേ. അപ്പൊ ഇത് ഞാൻ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഇതുപോലെ ഓരോ കവറുകളിലാക്കിയായിരിക്കും വെക്കുന്നത്. ഇങ്ങനെ കവറുകളിലാക്കി വെക്കാനുള്ള കാരണം പറഞ്ഞുതരാം. ഈ കവറുകളിലാക്കി വെച്ചാൽ ഇപ്പൊ നമ്മൾ പോകുന്നിടത്ത് ഇങ്ങനെ കുഴപ്പമില്ല, കാരണം നമ്മളത് വീട്ടിലോട്ടാണ് പോണത്. പക്ഷെ എങ്കിലും നമുക്ക് കവർ വേണം തിരിച്ച്. കാരണം മുഷിഞ്ഞ തുണികൾ ഈ നല്ല തുണികളുടെ കൂടെ വെക്കണ്ടല്ലോ, ഈ കവറിനകത്ത് തന്നെ ഇട്ട് നമുക്ക് കൊണ്ടുവയ്ക്കാം. പിന്നെ നമ്മൾ ഹോട്ടലുകളിലൊക്കെ ടൂറൊക്കെ പോകുമ്പോൾ ഉണ്ടല്ലോ, ഇതുപോലെയുള്ള കവറിനകത്താക്കിയാണ് വെക്കുന്നതെന്നുണ്ടെങ്കിൽ ഞാൻ കാണിച്ചു. അയ്യോ സോറി ഇത് കണ്ട പൊന്നുന്റെ ഒരു ജോഡി ഡ്രസ്സ് എല്ലാം ഉണ്ട്. അപ്പൊ അവിടെ ചെന്നിട്ട് വീട്ടിൽ ഇടാനുള്ള ഡ്രസ്സാണ്. ഈ ഡ്രസ്സ് എല്ലാം കൂടെ അണ്ടർ ഗാർമെന്റ്സ് ഉൾപ്പെടെ ഞാനിങ്ങനെ റോൾ ചെയ്ത് ഈ കവറിനകത്താക്കി വെക്കും. അപ്പൊ ഉള്ള ഗുണം എന്തോന്ന് വെച്ചാല്, ഇപ്പൊ അവിടെ വീടായതുകൊണ്ട് നമുക്ക് ഈ കവറിൽ നിന്ന് തുണി എടുത്ത് ടോയ്ലറ്റിൽ കൊണ്ടുപോയി ഉപയോഗിക്കാം. പക്ഷെ നമ്മൾ ഹോട്ടലിലൊക്കെയാണ് പോണെങ്കിൽ നമുക്ക് അതിന് സൗണ്ട് ഉണ്ടാക്കല്ലേ, അവയെ കേൾക്കാൻ പാടായിരിക്കും അവർക്ക്. ഇത് പറ്റൂല എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ കവറോട് കൂടി കൊണ്ടുപോകാം. അതിന്റെ ബാക്കിൽ ഇങ്ങനെ തൂക്കിയിടാം. അപ്പൊ നമ്മൾ ഇട്ട് കഴിഞ്ഞ ഡ്രസ്സുകളുണ്ടല്ലോ, ഇത് നമ്മൾ ഇതിങ്ങനെ എടുത്ത് യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഇട്ട് കഴിഞ്ഞ ഡ്രസ്സുകൾ ഇതേപോലെ തന്നെ മടക്കി ഈ കവറിനകത്ത് വെച്ച് നമുക്ക് ഈ പെട്ടിക്കകത്ത് തന്നെ കൊണ്ടുവയ്ക്കാം. അപ്പം ബാക്കി ഇരിക്കുന്ന തുണികളിലൊന്നും സ്മെല്ലടിക്കില്ല. കാരണം 2 കവറുണ്ട്. ഒന്ന് ഇതിട്ട് വെച്ചിരിക്കുന്ന കവറ്,
പിന്നെ അടുത്തത് നമ്മൾ ഇടാനുള്ള ഡ്രസ്സും കവറിലല്ലേ ഇട്ട് വെച്ചിരുന്നത്. അപ്പൊ അതുകൊണ്ട് ഞാൻ എവിടെ പോയാലും ഇതുപോലെ ആയിരിക്കും കൊണ്ടുപോകണതേ. അപ്പൊ അതിനാണ് ഞാൻ ഈ കവറുകളെല്ലാം ഓരോ പ്രാവശ്യവും കൊണ്ടുപോയിട്ട് തിരിച്ചു കൊണ്ടുവന്ന് ഒന്ന് ക്ലീൻ ചെയ്ത് ഒന്ന് വെയിലത്തൊക്കെ ഇട്ട് ഉണക്കിയെടുത്ത് വെക്കുന്നതാണ് കേട്ടോ. ഇത് ഞാൻ എടുത്തോട്ടെ. എന്തിനാ? അപ്പൊ ദാ ഇതുപോലെ ഇതെല്ലാം ഒന്ന് കവറിലാക്കിയിട്ട് നമുക്ക് കാണാമേ. അപ്പൊ ദാ നേരത്തെ നമ്മള് ഇവിടെ മടക്കി 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 വെച്ചിരുന്നില്ലേ, അതിനിടയ്ക്ക് കുരുത്തക്കേട് ഒപ്പിക്കുന്നു. അപ്പൊ മടക്കി മടക്കി വെച്ചിരുന്നേക്കെ അത് അതുപോലെ കവറുകളിലാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇതൊക്കെ കല്യാണത്തിനിടാനുള്ള ഡ്രസ്സുകളാണ് തേച്ചത്. അപ്പൊ നമുക്ക് അത് അടിയിൽ വെക്കാം, കാരണം അപ്പൊ പെട്ടെന്ന് അങ്ങനെ ചുരുങ്ങി പോവില്ലല്ലോ. തേപ്പിച്ചതാണ് കേട്ടോ. അപ്പൊ ദാ ശുചേണ്ടത്, എന്റേത്, പൊന്നോൻ്റെത്, മാധുവിൻ്റെത് പാവാട തയ്ച്ചു. ഇതെന്തോന്ന് വെച്ചാല് ഈ പിള്ളേർക്ക് ഞാൻ എപ്പോ എവിടെ പോയാലും എക്സ്ട്രാ ഡ്രസ്സ് എടുക്കും. അങ്ങനെ എക്സ്ട്രാ ഡ്രസ്സ് എടുത്തതാണ്. അപ്പൊ ഇത് അടിയിലോട്ടാക്കാം, കാരണം ഇത് നമുക്ക് വേണോ വേണ്ടേന്ന് പോലും അറിഞ്ഞുകൂടാത്ത സാധനമാണ്, അതുകൊണ്ടാണ്. പിന്നെതാ ഇതെന്ന് പറഞ്ഞാല് നമുക്ക് അവിടെ ചെന്നുടനെ എടുക്കാനുള്ളതിനെ, നമുക്ക് ഇടാനുള്ള ഡ്രസ്സുകളാണ്. ചെന്നുടനെ ഡ്രസ്സ് കുളിച്ച് മാറ്റാനുള്ളതാണ്. പിന്നെ ഒരുപാടുണ്ടല്ലോ, എന്റേതാണ്. ഇത് തിരിച്ചിട്ടോണ്ട് വരാനുള്ളതിനെ. അപ്പൊ തിരിച്ചിട്ടോണ്ട് വരാനുള്ളത് ഞാൻ എന്തുകൊണ്ട് ഇങ്ങനെ മീതെ വെക്കണം എന്ന് ചോദിച്ചാൽ, കല്യാണ ഡ്രസ്സ് മീതെ വെച്ചാൽ നമുക്ക് പണി കിട്ടും. അതുകൊണ്ടാണ് നമ്മൾ കല്യാണ ഡ്രസ്സ് ഏറ്റവും അടിയിൽ വെക്കുന്നത്. ഉപയോഗിച്ച് കഴിഞ്ഞ് വെക്കുമ്പോൾ നമുക്ക് എങ്ങനെ വേണോ വയ്ക്കാം, മറ്റേത് തേച്ചതല്ലേ. അപ്പൊ അത് പോവാതിരിക്കാനാണ് കേട്ടോ കല്യാണ ഡ്രസ്സ് അടിയിൽ വെച്ചത്. അല്ലെങ്കിൽ തിരിച്ചിട്ടോണ്ട് വരാനുള്ളതായിരിക്കും അടിയിൽ കയറണതേ. ഇതാരുടേതാണ്? ഇത് അമ്മയുടെ, അഞ്ചമ്മയുടെ തിരിച്ചിട്ടുണ്ട്. അപ്പൊ അതത്രയും നമുക്കിപ്പോ പോകുമ്പോ ഇട്ടുകൊണ്ട് പോകാനുള്ള ഡ്രസ്സുകളൊക്കെയാണേ. പിന്നെ അതാ തോർത്ത്, ഇനിയുണ്ട് ഒരുപാട് സാധനങ്ങൾ വെക്കാറുണ്ട്. കല്യാണത്തിനല്ലേ പോണം, നമ്മൾ സാധാരണ ട്രിപ്പ് പോകും പോലെ അല്ലല്ലോ. കല്യാണത്തിന് പോകുമ്പോ കുറേ അധികം സാധനങ്ങൾ എക്സ്ട്രാ വരും. ചെരുപ്പ് ഇടാനുള്ള, കമ്മല്, മാല, വള, ഏകദോത്തിനും വരുമോ? പാട്ടാണോ അത്? കേട്ടിട്ടുണ്ടോ പാട്ട്? കൈ പോവല്ലേ, കൈ പോലെ. സാധനങ്ങളാണ് ഇത്, നമ്മളുടെ ബ്രഷിംഗ് സാധനം. അത് വെക്കാവേ. പിന്നെ ഇത് വെക്കണം. ഇത് ഈ പിള്ളേർക്കുള്ള വള, അത് കമ്മല്, ഹെയർ, തലയിൽ വെക്കാനുള്ള സാധനങ്ങള്. ചിലപ്പം ഇവരിപ്പൊ ഇവിടെ നിന്ന് പറയും എനിക്കതൊന്നും വേണ്ട, ഞാൻ ഇങ്ങനെയായിരിക്കും വെക്കണേന്ന്. അവിടെ ചെന്ന് ആരെങ്കിലും എന്തെങ്കിലും ചെയ്യണമെന്ന് പറയും, അയ്യോ എനിക്കും അത് വേണം എന്ന് പറയും. അതുകൊണ്ട് ഞാൻ ഒരുവിധം എല്ലാ സാധനങ്ങളും എടുത്തിട്ടുണ്ട്. ഇത് നമ്മളെ സ്ലൈഡ്, പിന്ന്, അങ്ങനെയുള്ള ലൊടുക്ക് സാധനങ്ങൾ. അമ്മ അപ്പുറത്തെ ഇതിലും ഉണ്ട്, അപ്പൊ അതിലും കൂടെ വെക്കാമേ. ഇതിങ്ങനെ അങ്ങ് സെറ്റായിട്ടിരിക്കും. അപ്പൊ ഇത് ഈ ബോക്സുകളിൽ വെക്കാൻ കാരണം പെട്ടെന്ന് ചീത്തയാവാതിരിക്കാനും ഒക്കെയാണ് കേട്ടോ. പിന്നെ ഇതിന്റെ ഇടയിൽ സ്ഥലം ഉണ്ടോ അവേ? ഇത് ഇതിന്റെ ഇടയിൽ ഇറക്കാം നമുക്ക്. കേട്ടോ, ഇങ്ങനെയൊക്കെ തന്നെ എല്ലാരും വെട്ടി വെക്കുന്നത്. പ്രത്യേകിച്ച് കാണിക്കാനൊന്നുമില്ല. പിന്നെ ഞാൻ പറഞ്ഞല്ലോ കല്യാണത്തിന് പോണോണ്ട് എല്ലാവരുടെയും കല്യാണത്തിനിടാനുള്ള ചെരുപ്പുകളും കൂടെ ഉണ്ട്. അപ്പൊ അതെല്ലാം കൂടെ ഞാൻ ഇങ്ങനെ ഒരു കവറിലാക്കിയിട്ടുണ്ട്. കാണിക്കണ്ട, അതിനകത്തുണ്ട്. നമുക്ക് കല്യാണത്തിന് ഒരുങ്ങി സുന്ദരിയായിട്ട് മാധു നിൽക്കുന്ന വീഡിയോ ഒക്കെ എടുത്ത് നമുക്ക് എല്ലാരെയും കാണിച്ചു കൊടുക്കാതെ. ഈ വീഡിയോയിലിടൂല, വേറെ വീഡിയോയിലിടാം. അപ്പൊ ചെരുപ്പായിട്ടുണ്ട്. എന്തൊക്കെ കിട്ടണം അമ്മയ്ക്കല്ലേ. പ്ലേ ബട്ടണൊക്കെ കിട്ടണം. കൊച്ചു അതിനു വേണ്ടിയാണ് ഇരിക്കണം. കൊച്ചിന് വേറെ ഒന്നും വേണ്ട. ഒരു പ്ലേ ബട്ടൺ എവിടെന്നെങ്കിലും കിട്ടിയെങ്കിൽ സമാധാനം.
ഇത് ചീപ്പുകളും ചീപ്സ് കോംസ് ആ ലിപ്സ്റ്റിക് ലിപ്സ്റ്റിക് കുങ്കുമം അമ്മ എന്തോന്നാ ഈ അമ്മല്ലേ. ഇത് സോപ്പ് ആവശ്യമില്ല, പക്ഷെ എങ്കിലും നമ്മൾ എപ്പോഴും ഇവിടെ പോയാലും എടുക്കും കേട്ടോ. പിന്നെ പേസ്റ്റ് എന്ന് പറഞ്ഞാൽ അവിടെ മറ്റേ ഈ KP നമ്പൂതിരീസ് പോലെയുള്ള സാധനങ്ങളൊക്കെ ചിലപ്പോൾ ഉപയോഗിക്കണം കണ്ടിട്ടുണ്ട്. അപ്പൊ അങ്ങനെ വല്ലതൊക്കെ ആണെങ്കിൽ എനിക്ക് പണി കിട്ടും. അത് നമുക്ക് നമ്മളെ ഹാൻഡ് ബാഗിൽ വെക്കാമേ. പിന്നെ ഇത് അടയ്ക്കാമേ. നിങ്ങൾ വിചാരിക്കും ഇത് അടയൂലല്ലോ എന്ന്. ഇത് അടയും, ഇല്ലെങ്കിൽ നമ്മൾ ഇതിനെ അടയ്ക്കും. ഇത് ചേരൂല. നമ്മുടെ പെട്ടി റെഡി. ഇത് കണ്ട നമുക്ക് സ്ഥലം ഇല്ലെങ്കിൽ ഇതിങ്ങനെ തുറന്നു കൊടുത്താൽ ഇവിടെ ഇത്രയും കൂടെ ഗ്യാപ്പ് വരും. പിന്നെ ഇതിനകത്ത് വേണമെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ വെക്കാം. അപ്പൊ ഞാൻ വലിയ ഹാൻഡ് ബാഗ് എടുക്കണ്ടല്ലേ. എന്റെ ചെറിയത് തന്നെ മതി ഗായ്സ്, ചെറുത് തന്നെ മതി. അത് നമുക്ക് പോകുമ്പോ ഇട്ടോണ്ട് പോകാനുള്ള ഡ്രസ്സുകളാണ്. അപ്പൊ അതാ പെട്ടി പാക്കിംഗ് ഒക്കെ കഴിഞ്ഞു. ഞങ്ങളിനി പോട്ടെ. ഇനി എനിക്ക് കുറച്ച് ജോലികളും കൂടെ ഉണ്ട് കേട്ടോ. പെട്ടി പാക്കിംഗ് മാത്രമേ ആയുള്ളൂ. പോവാൻ ഇനിയിപ്പം സമയം എത്രയായി? 5:15. 9 മണിക്കാണ് ട്രെയിന്. ഉറക്കം വരാൻ 10 മണിക്കല്ലേ വാവേ ഉറങ്ങണ? അപ്പൊ 9 മണിക്കാണ് ട്രെയിന്. ഇപ്പൊ തന്നെ 5:15. ഇനി എനിക്ക് തുണികളെല്ലാം നനച്ചിട്ട് ഉണക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. പക്ഷെ ഇനി അതൊക്കെ മടക്കി വെക്കേണ്ടടുത്ത് വെക്കണം. പാത്രങ്ങളെല്ലാം കഴുകി കിച്ചണൊക്കെ ക്ലീൻ ചെയ്തിട്ടിട്ടുണ്ട്. പക്ഷെ എങ്കിലും ഒന്നും കൂടെ ഒന്ന് തൂത്തിറക്കണം. പിന്നെ നമ്മുടെ ഈ കട്ടിലൊക്കെ ഉണ്ടല്ലോ, ഇതിലൊക്കെ ഒന്ന് ഷീറ്റൊക്കെ വിരിച്ചൊക്കെ ഒന്ന് സെറ്റാക്കി ഇടണം. യാത്രയുടെ മെയിൻ ഭാഗം കഴിഞ്ഞിട്ടുണ്ട്. ഒരുവിധം ഓർമ്മ വന്നതൊക്കെ ഇടയ്ക്കിടയ്ക്ക് എഴുതി വെച്ച് അതെല്ലാം എടുത്തിട്ടുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അറിഞ്ഞൂടാ കേട്ടോ, ഇനി എന്തെങ്കിലുമൊക്കെ വിട്ടുപോയിട്ടുണ്ടോന്ന് അറിഞ്ഞൂടാ. നമ്മൾ സാധാരണ എവിടെയെങ്കിലും പോകുമ്പോലെ ആണെങ്കിൽ കുഴപ്പമില്ലേ. പക്ഷെ ഇതൊരു കല്യാണത്തിന് പോകുമ്പോൾ നമുക്ക് ഒരുപാട് സാധനങ്ങൾ എക്സ്ട്രാ എടുക്കേണ്ടി വരും. മറന്നു പോവാതിരിക്കാൻ എഴുതി വെക്കുന്നത് നല്ലതായിരിക്കും. ഞാൻ എഴുതി വെച്ചിട്ടാണ് കേട്ടോ എടുത്തു വെക്കുന്നത്. പിന്നെ എപ്പോഴും പിള്ളേരെയും കൊണ്ട് പോകുമ്പോഴത്തേക്കും നമ്മൾ എപ്പോഴും ഒരു ജോഡി എക്സ്ട്രാ ഡ്രസ്സ് എടുത്ത് വെക്കണം. ഞാൻ എല്ലാ പ്രാവശ്യവും പൊന്നൂനും മാധുവിനും എക്സ്ട്രാ ഡ്രസ്സ് എടുത്ത് വെക്കണേന്ന്. പക്ഷെ കഴിഞ്ഞ പ്രാവശ്യം ഇടയ്ക്ക് ഞാനൊരു വ്ളോഗിൽ പറഞ്ഞില്ലേ, അച്ഛനും മോളും ഇല്ല, പൊന്നും ശിവചേട്ടനും മലപ്പുറത്ത് മാമന്റെ മോളുടെ എൻഗേജ്മെന്റിന് പോയെന്ന്. അപ്പൊ മോളുടെ കല്യാണമല്ല, മോളുടെ കല്യാണം ഏപ്രിലാണ്, ഇത് മോന്റെ കല്യാണമാണ്. അപ്പൊ ആ എൻഗേജ്മെന്റിന് പോയപ്പോഴത്തേക്ക് ഞാനാണെങ്കിൽ ഇവരുടെ ആ വെപ്രാളവും എനിക്കും സമയമൊന്നും ഇല്ലായിരുന്നേ. അങ്ങനെ ഞാൻ ഇവർക്ക് പൊന്നൂന് അതായത് അന്ന് അവര് ഒറ്റ ദിവസത്തേക്കാണ് പോയത്. അവര് എൻഗേജ്മെന്റിന്റെ അന്ന് രാവിലെ അവിടെ എത്തും, എൻഗേജ്മെന്റ് അറ്റൻഡ് ചെയ്യുന്നു, വൈകുന്നേരം ആകുമ്പോൾ ട്രെയിൻ കയറണം. അപ്പൊ ഒറ്റ ദിവസമേ ഉള്ളേ. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തെന്നറിയാമോ, ഇവരുടെ കയ്യില് പൊന്നൂന് എൻഗേജ്മെന്റിന് ഇടാനുള്ള ഡ്രസ്സ് മാത്രമാണ് ഇടാനുള്ള എൻഗേജ്മെന്റിന് ഇടാനുള്ള ഡ്രസ്സും അതുപോലെ തിരിച്ചു വരുമ്പോ ഇടാനുള്ള ഡ്രസ്സും മാത്രമേ കൊടുത്തു വിട്ടിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷെ പാവ അവിടെ ചെന്ന് കുളിച്ചിറങ്ങി ഈ ഡ്രസ്സ് ഇടാൻ നേരത്തെ അതിന്റെ സൈഡിലാണ് ഇറ്റൻ എന്ന് പറയുന്ന കമ്പനിയുടെ അവരുടെ ഡ്രസ്സാണ്. അപ്പൊ അവരുടെ മിക്ക ഫ്രോക്സിനും സൈഡിലാണ് സിബ് വരുന്നത്. ആ സിബ് എങ്ങനെയോ കയറി ജാമായി ആരോ പിടിച്ച് വലിച്ചപ്പോഴേ അത് കയ്യിലിങ്ങി, സിബല്ലേ അതിങ്ങി പൂഞ്ഞ് കയ്യിലിങ്ങി വന്നു. അങ്ങനെ അവൾക്ക് അത് ഇടാൻ പറ്റിയില്ല. അപ്പൊ പിന്നെ തിരിച്ചിട്ടോണ്ട് വരാൻ കൊണ്ടുപോയ ഡ്രസ്സ് ആണ് കൊച്ചിട്ടോണ്ട് വന്നത്. അപ്പൊ ആ ഡ്രസ്സിന് വേറൊരു പ്രശ്നം എന്തോന്ന് വെച്ചാൽ, ഈ ട്രെയിനിലൊക്കെ പോകുമ്പോൾ പാന്റും ഫുൾ കൈയുള്ള അല്ലെങ്കിൽ ഹൂഡി പോലത്തെ അങ്ങനത്തെയൊക്കെയാണ് പിള്ളേർക്ക് കൂടുതൽ ഇടുന്നത്. അതാകുമ്പോ ഇവര് ഫുൾ കവേർഡ് ആയിരിക്കും. അപ്പൊ തണുക്കണ പ്രശ്നം വരില്ല, ചൂടെടുക്കണ പ്രശ്നം അങ്ങനെയൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെയാണ് ഇവർക്ക് കൊണ്ടുപോണത്. അപ്പം അതേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ എൻഗേജ്മെന്റിന് അവൾ അതാണ് ഇടേണ്ടി വന്നത്. അതുകൊണ്ട് അന്ന് എനിക്ക് അതൊരു അബദ്ധം പറ്റിപ്പോയി. പക്ഷെ അല്ലെങ്കിൽ എല്ലായിടത്തും പോകുമ്പോഴും ഞാൻ എക്സ്ട്രാ ഡ്രസ്സ് എപ്പോഴും കരുതും. ഇവർക്ക് എവിടെ പോയാലും ഇവർക്ക് എക്സ്ട്രാ ഡ്രസ്സ് കരുതും. ഇപ്പൊ ഇതിലും എക്സ്ട്രാ ഡ്രസ്സ് ഉണ്ട് കേട്ടോ. എക്സ്ട്രാ നല്ല
അതായത് ഇപ്പൊ കല്യാണത്തിന് ഇടുന്ന ടൈപ്പ് നല്ലൊരു ഡ്രസ്സും എക്സ്ട്രാ വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ വീട്ടിൽ ഇടാനായിട്ടും മാധുവിന് ഒരു എക്സ്ട്രാ ഡ്രസ്സ് വെച്ചിട്ടുണ്ട്. അപ്പം എവിടെയെങ്കിലും പോകുമ്പോൾ പിള്ളേരും ഒക്കെ ആയിട്ട് പോകുമ്പോൾ എപ്പോഴും നമ്മൾ എക്സ്ട്രാ ഡ്രസ്സ് കയ്യിൽ കരുതുന്നത് ഭയങ്കര ഉപകാരമാണ്. ഇനി നമുക്ക് പോവാൻ ഇറങ്ങുമ്പോൾ കാണാം. അപ്പൊ എല്ലാവർക്കും ബൈ. അത് മറ്റൊരു വീഡിയോയിൽ കാണാം കേട്ടോ. അപ്പൊ ബൈ. Thank you for watching. Like ചെയ്യണേ, subscribe ചെയ്യണേ. അപ്പം അത് പറഞ്ഞ പോലെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒന്ന് ഷെയർ ചെയ്തിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യണേ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ കൂടെ ഒന്ന് പ്രസ് ചെയ്തേക്കണേ. അപ്പൊ ഇതുപോലെ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.